നിരന്തരമായിട്ട് നമ്മുടെ UK മലയാളികൾ കാണാതാവുന്നു. ചിലരെയെല്ലാം മരിച്ച രീതിയിൽ പല സ്ഥലത്തുനിന്ന് കണ്ടെത്തുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളോ എന്താണ് അതിനൊരു റീസണോ ഇതുവരെ പല കേസിൻ്റെ പുറകെ വന്നിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ ന്യൂസുകൾ കൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെയിൻറ്റെയിനിങ് ആയാലും കൊച്ചു യൂട്യൂബിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക്. അതേ കാര്യം നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ മറ്റ് ഏത് ഇൻഫ്ലുവൻസേഴ്സും ഫോളോ അപ്പ് ചെയ്യുന്നതിന് പോലെ അതിനെക്കാട്ടി 4 ഇരട്ടി 10 ഇരട്ടി രീതിയിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും എന്താണ് റീസൺ, എവിടേക്കാണ് ഇവർ പോകുന്നത്, എന്തുകൊണ്ട് കാണാതാവുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാറുണ്ട്. തീർച്ചയായിട്ടും പലപ്പോഴായിട്ടും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. മിസ്സിങ് ആവുന്നു, ആരെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ശരിക്കും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. പല മരണങ്ങളും അതിനകത്ത് അതിൻ്റെ റീസൺ പുറത്തു വരുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കേസാണ്. സ്കോട്ട്ലാൻഡിലെ സ്റ്റെർലിംഗിൽ വെച്ചിട്ടാണ് ഒരു മലയാളി സ്റ്റുഡൻറ്റ് പഠിക്കാൻ വേണ്ടി വന്നാണ്. അവൻ റെയിൽവേ ട്രാക്കിൽ വെച്ച് അവൻ്റെ ബോഡി കണ്ടെത്തു. അവൻ്റെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തു. ഓക്കെ, അപ്പോൾ ഒരു മൊത്തത്തിൽ എല്ലാവരും പറയുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡ് ആണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലിപ്പോൾ സൂയിസൈഡുകൾ റെയിൽവേ ട്രാക്കിലേക്ക് ചാടി സൂയിസൈഡുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്തൊക്കെ ബോഡി കിട്ടുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇനി സൂയിസൈഡ് ആണെന്നുള്ള രീതിയിലാണ് ചിന്തിച്ചു വരുന്നത്. ഓക്കെ, പക്ഷേ അവരുടെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു അത് റിലേറ്റഡ് ആയിട്ട് റീൽ ഇട്ടപ്പോൾ പലപ്പോഴും അത് സ്റ്റോറി ആയിട്ട് കണ്ടു. ആ സ്റ്റോറിയിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്, എന്തെങ്കിലും ഏബലിനെ കുറിച്ച് അറിയാമെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവൻ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇല്ല. ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും ഇപ്പോൾ UK സിറ്റുവേഷൻ പരമായിട്ടൊന്നും ഒരു പ്രശ്നമില്ലാതെ വളരെ എന്താ പറയുക എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ പെട്ടെന്ന് മരണമടയുന്നു. അതിൻ്റെ റീസൺ ഇതുവരെ പോലീസിൻ്റെ റിപ്പോർട്ടൊന്നും വന്നില്ല. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഫാമിലിക്കും ആ ഒരു പ്രോപ്പർ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി നാട്ടിൽ നമ്മുടെ പിണറായി സർക്കാരിനും സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ എഡിൻബർഗ് ഇന്ത്യൻ കൗൺസിൽ ജനറലിനും എല്ലാത്തിനും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുമല്ല, ഈ ഒരു കേസ് ഇവിടെ ഇരിക്കട്ടെ, ഇതിനു മുമ്പ് 2-3 മാസം മുമ്പ് ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3-4 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പെൺകുട്ടീനെ 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. ഓക്കെ, അതും ഒരു പ്രശ്നമില്ലാത്ത ഒരു പെൺകുട്ടി. അപ്പോൾ വീട്ടിൽ ഫാമിലി പരമായിട്ട് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതല്ലാതെ UK വെച്ച് വന്നിട്ടൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു പെൺകുട്ടിയാണെന്നാണ് അവരുടെ കൂടെ താമസിച്ച പലരും നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ പുഴയിൽ നിന്ന് കണ്ടെടുത്തു ഒരു ആവശ്യമില്ലാതെ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഇവർ പുഴയിലെടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. പക്ഷേ അതിന് റിപ്പോർട്ടുമില്ല. ഇവിടുന്ന് UK മിസ്സാവുന്ന ആളുകളുടെ റിപ്പോർട്ടുകളോ ഇല്ലെങ്കിൽ ഈ മിസ്സാവുന്ന ആളുകൾ എവിടെ പോകുന്നോ ഒരു ഐഡിയ ഇല്ല, ആർക്കും ഇല്ല ഐഡിയ. ഇപ്പം നാളെ നിന്നെയോ എന്നെയോ കാണാതായാലും ആരും ചോദിച്ചു വരില്ല. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ. നാട്ടിൽ പരാതി കൊടുത്താൽ പോലും ആരും അനങ്ങുന്നില്ല. ഇല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിൽ ജനറലിന് പോലും പരാതി കൊടുത്തിട്ടൊന്നും നോ യൂസ്. ഇതെന്താ ഇവിടെ നടക്കുന്നത്? നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ ആരാ? ഇപ്പം ചിന്തിക്കുമ്പോൾ നമ്മളൊന്നും ആരും അല്ലടേ. വിലയൊന്നുമില്ല, നമുക്ക് ഒരു വിലയുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നാളെ കാണാതായാലും നമ്മളെ ഇനി ആരെങ്കിലും തല്ലിക്കൊന്ന് എവിടെയെങ്കിലും മൂടിയിട്ടാലും ഇല്ലെങ്കിൽ വല്ല ഫ്രീസറിനകത്ത് കയറ്റി വെച്ചാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മൾ ഇപ്പം ചിന്തിച്ചില്ലെങ്കിൽ നാളെ നിനക്കും എനിക്കും മറ്റുള്ളവർക്കൊക്കെ വരുന്ന സമയത്ത് അന്ന് ചിന്തിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ സംഘടനകളുണ്ടല്ലോ. പലരും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ താഴത്ത് വന്ന് കമൻറ്റ് നോക്കൂ, ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറേ സംഘടനകളുണ്ട്. അതായത് ഓണപ്പരിപാടിയും ക്രിസ്മസ് പരിപാടിയും മാത്രം നടത്തി ഫുഡ് അടിക്കാൻ വേണ്ടി നടക്കുന്ന സംഘടനകൾ. ഇപ്പം ഇവർക്കൊക്കെ എന്തായിരിക്കും ഉത്തരവാദിത്വം? ഈ പറഞ്ഞ കലാകായിക പരിപാടികൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു പരിപാടികളും ഇല്ലേ? ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരത്വ ബോധം ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ നാട്ടിൽ മലയാളികൾ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ സ്റ്റുഡൻസ് വരുന്നവരാണെങ്കിലും
ഇവരുടെ അടുത്ത് അങ്ങനെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഒരു അമ്മാവൻ സംഘടന, ഒരു പുതിയ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അവർ. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ ഒരുമിച്ച് അത് ചിന്തിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം നാളെ നിങ്ങൾക്കും വരാം, ഏത് സംഘടനയുള്ളവർക്കും വരാം. അപ്പോഴും ആരും ചിലപ്പോൾ ചിന്തിക്കില്ല, ആരും വരില്ല. ആ സംഘടനയിലുള്ളവർ തന്നെ വന്ന് പോയാൽ പോലും ആരും ചോദിക്കാനും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യില്ലായിരിക്കും. പിന്നെ ഒരു ലോങ് പ്രോസസ് ആണല്ലോ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ. മാസങ്ങളെടുക്കും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരുന്നെങ്കിൽ. ഒരു സ്വാഭാവിക കാരണമാണെങ്കിലും അതിന് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ വരുന്നത് മാസങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇനി 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ഈ സൂയിസൈഡ് അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുക. അല്ലേ? ഈ പയ്യനൊന്നും സൂയിസൈഡ് ചെയ്യേണ്ട കാര്യം ആവശ്യമില്ല. പെൺകുച്ചിന്റെ കേസ് അറിഞ്ഞിടത്തോളം കാലം അവൾക്ക് സൂയിസൈഡിന്റെ ഒരു കേസും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് കേസുകൾ ഞാൻ തന്നെ അനേകം പ്രാവശ്യം വീഡിയോ, വേറെ ഇൻസ്റ്റാഗ്രാം വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ആരും വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ അനേകം പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. പക്ഷെ ഞാൻ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏഷ്യനെറ്റിലോ മനോരമയിലോ ഇനി മറ്റു പത്രങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെയുള്ള ആളുകൾ കൊടുക്കാൻ പറ്റില്ല. ആകെയുള്ള ഫേസ്ബുക്ക് പേജുകളാണ്, അതും അഡ്മിൻ അപ്രൂവ് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളാണുള്ളത്. സോ ഇങ്ങനെ ഒരു സംഭവത്ത് ഇപ്പം ഞാൻ ഇവിടെയുള്ള വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളാണെങ്കിലും, ഇപ്പം ഞാൻ ഇന്ത്യൻ നാഷണൽ സ്റ്റുഡൻറ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും കുറച്ചൊക്കെ പ്രതിബദ്ധതയുള്ള ആളുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറയും. അത് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, ബാക്കി ഞാൻ എല്ലാവരും പറയുന്നില്ല, കുറച്ച് ആൾക്കാരുണ്ട്. സംഭവം ഇവരൊക്കെ എവിടെ പോകുന്നു? ഇതിനു മുമ്പും കുറേ മിസ്സിംഗ് കേസുകൾ ഇട്ടിട്ടുണ്ട്. പല കേസുകളിൽ ചിലരൊക്കെ ഒന്ന് ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവർ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് മനഃപൂർവ്വം മുങ്ങുന്നതാണ്. വീട്ടിലേക്ക് കോണ്ടാക്റ്റ് ഇല്ല, നാട്ടിൽ കോണ്ടാക്റ്റ് ഇല്ല, കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ഇല്ല, ആർക്കും കോണ്ടാക്റ്റ് ഇല്ല. ഇവർ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. ഒരു കേസിന്റെ പുറകെ പോയപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ്. കാരണം ഇനി അന്വേഷിക്കരുത് എന്നുള്ളൊരു ഡിമാൻഡ്. കാരണം ഇനി അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരനെ പിടിച്ചടച്ചു. ഞങ്ങൾ പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, വീടും വിവരമില്ലാതെ ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കാനാണ് പോയി എന്നുള്ള കാര്യം ചോദിക്കുന്നത്. എങ്ങനെ പോയി അന്വേഷിക്കും? ഇങ്ങനെ പോകുന്നവർ ചത്തോ ജീവിച്ചിരിപ്പിന്റെ നാളെ എനിക്ക് തല്ലി കൊന്നാൽ പോലും ആർക്കും അറിയില്ല, ആരും അറിയുന്നില്ല, ആരും ചോദിക്കാനില്ല, അറിയണ്ട എന്നുള്ള സെറ്റപ്പിലാണ് എന്താ നടക്കുന്നത് ഇവിടെ. അത് UK മാത്രമല്ല, യൂറോപ്പിലെ കേസും അതാ പറയുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ, ഇല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് തന്നെ പോളണ്ടിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. റൂമിൽ മരിച്ചത് പോളണ്ടിൽ ഇപ്പോൾ 2-3ാമത്തെ കേസാണ് തോന്നുന്നു. അതുപോലെ ജർമ്മനിയിലും മറ്റ് യൂറോപ്യൻ കൺട്രിയിലും എന്നാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലീസിന് സംഭവിക്കണം. നമ്മുടെ നാട്ടിൽ പോലീസും ഒക്കെ കൈ എടുത്ത് കുമ്പിട്ട് തൊഴുതാൻ പറ്റും നമ്മുടെ നാട്ടിലെ പോലീസിനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസിന്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ ഇതേപോലെ യൂറോപ്യൻ കൺട്രിയിൽ വന്നിട്ടൊന്നും കണ്ടിട്ടില്ല. എല്ലാ സെറ്റപ്പും ഉണ്ട്, പക്ഷെ ഇവർക്ക് അതിനൊക്കെ ഓരോ താളത്തിലും ഓളത്തിലും ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ഇവർക്ക് ഒക്കെയാണ്, പക്കയാണ്. പക്ഷെ ഭയങ്കര നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞല്ലേ, ഫസ്റ്റ് വന്ന് അടിച്ചായിരിക്കും നീയാണോ അടുത്ത് എന്ന് ചോദിക്കും. അത് ഇവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കള്ളനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ ചിലപ്പോൾ പോവും, അവനെ പിടിക്കൂല. ഇവർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടേ പിടിക്കുകയുള്ളൂ. പ്രോപ്പർ പ്രൊസീജിയർ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്തേക്ക്. ഓക്കെ, ഇങ്ങനത്തെ കേസുകൾ, മിസ്സിംഗ് കേസുകൾ, ഞാനിപ്പോൾ നമുക്കിവിടെ സുഹൃത്തായിട്ടുള്ള പോലീസുകാരുണ്ട്. സോ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചിലർ നമ്മുടെ പറയുക റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലീസ് ചോദിക്കും, അഡ്രസ് ഇല്ല, എവിടെ പോയി റിപ്പോർട്ട് ചെയ്യും? അങ്ങനെ സിറ്റുവേഷൻ വരും. അതുമല്ല, ചില കേസുകൾ, മിസ്സിംഗ് ആവുന്ന കേസുകളിൽ ഡ്രഗ്സിന്റെ ഓവർ യൂസേജ് കാരണം ചിലത് കിളി പോയി പല സ്ഥലത്ത് ഇരിക്കുവാണ്. ചിലപ്പോൾ വീടുകളിൽ തന്നെ ആയിരിക്കും മാസങ്ങളായിട്ട് കിളി പോയിരിക്കുന്നത്. വീട്ടുകാർ വിളിച്ചാൽ കിട്ടൂല, നാട്ടുകാർ വിളിച്ചാൽ കിട്ടൂല, കൂട്ടുകാർ വിളിച്ചാൽ കിട്ടൂല. ലാസ്റ്റ് ഇവരൊക്കെ തിരക്കി നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് വരും. നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കരഞ്ഞ് കാല് പിടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യട്ടാ എന്ന് പറയണം വരും. കിളി പോയിരിക്കുവാണ്. ചിലതൊക്കെ എവിടേക്ക് അഡ്മിറ്റായി കിടക്കുന്ന ന്യൂസുകൾ കേട്ടു ഞാൻ ഈ അടുത്ത്. ഇങ്ങനെ കുറേ മിസ്സിംഗ് ആവുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? പക്ഷെ ഇത് ചോദിക്കാനും പറയാനും ഒരാളും ഇവിടെ ഇല്ല. UK ആരുമില്ല. ഇപ്പം നിങ്ങളൊരു സംഘടനയിൽ പോയാൽ പോലും ആ സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതേപോലെ 4 ന്യൂസ് കൊടുക്കും. പക്ഷെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം ഇവിടെ വേണ്ടേ? അതായത് നാളെ നിന്നെ എന്തെങ്കിലും ചെയ്താലും എന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്ക് സത്യമായിട്ട് അറിയില്ല. നമ്മളിപ്പോൾ എംബസിയിൽ പോയി കഴിഞ്ഞാൽ എംബസിക്ക് ഇപ്പോൾ ഇവരുടെ പോലെ റെസ്പോൺസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളൂ. അതിനൊരു സിസ്റ്റം ഇല്ല, സിസ്റ്റം വരുന്നില്ല, വന്നിട്ടില്ല. എന്തൊക്കെയോ നമ്മുടെ മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺസുലേറ്റ് ജനറലിന്റെ കോൺസുലേറ്റ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എപ്പോൾ നിലവിൽ വരും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ
ഇതിനു മുമ്പ് ഞാൻ മാസങ്ങൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ മരിക്കുന്ന സ്റ്റുഡൻസ് ആവട്ടെ വർക്ക് വിസയിൽ പോയവരുടെ എണ്ണം അത് ഇന്ത്യൻ എംബസി ഇല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റേഴ്സിന്റെ വെബ്സൈറ്റിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിനാണ് മരിച്ചിരിക്കുന്നത്. അത് പല കേസുകൾ, ഡ്രഗ്സിന്റെ കേസുകളിലാവട്ടെ, ഇല്ലെങ്കിൽ മറ്റേ മേഡേഴ്സ് ആവട്ടെ, സൂയിസൈഡുകളാവട്ടെ, ഇനിയിപ്പോൾ മറ്റ് അസുഖങ്ങൾ വന്നിട്ടാവട്ടെ, പല രാജ്യങ്ങളായിട്ട് പരന്ന് പന്തലിച്ച് കിടക്കുവാണ്. ഇതിനൊന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, ഇതിനൊന്നും ആരും നോക്കുന്നില്ല, പിടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്നും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഏബിളുടെ കേസിലും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആ ഫാമിലിയെ സഹായിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നാളെ ഇനി ഇത് വരുന്നതിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനിത് വീഡിയോ ചെയ്ത് പറയുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന, ഇവിടെ ലോക്കലൊക്കെ പറ്റുന്ന സഹായം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ സൂയിസൈഡ് തന്നെ ആണോ? അറിഞ്ഞൂടാ. എന്തായാലും ഇതിനൊരർത്ഥമില്ല. ഇനി ആരെ കുറ്റം പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എഴുതപ്പെട്ടവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു. സോ ഗൈസ്, നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ താഴത്ത് എഴുതുക, എന്താ അവിടെയൊക്കെ നടക്കുന്നേ? എന്താ ഈ കൊച്ചി UK നടക്കുന്നേ? കാണാൻ പോയി.